നമസ്കാരം. ജ്യോതിഷ സമൂഹത്തിനും പൊതുസമൂഹത്തിനും ഇന്നും വ്യക്തമാവാത്ത ജ്യോതിഷം വേദാംഗമാണ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷത്തിൻ്റെ വേദാംഗത്വത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമസ്തേ. ഇവിടെ ജ്യോതിഷത്തിൻ്റെ വേദാംഗത്വം എന്ന് പറയുന്നത് അത് പ്രയോഗം തന്നെ നമുക്ക് വളരെ ഒരു ഗുണകരമായ പ്രയോഗമല്ല. കാരണം വേദത്തിൽ ജ്യോതിഷം ഉണ്ട്. അതുകൊണ്ടാണ് കാലപുരുഷൻ ആകുന്ന വേദപുരുഷൻ്റെ ചക്ഷുസിൻ്റെ സ്ഥാനം ജ്യോതിഷത്തിന് കൊടുക്കാൻ വന്നത്. ഇത് കോഴിക്കോട് വെച്ച് സ്വാമി ചിദാനന്ദപുരി നമ്മൾക്ക് വേണ്ടി ഒരു സെമിനാറിൽ വളരെയധികം സ്പഷ്ടമാക്കിയ ഒരു കാര്യമാണ്. അദ്ദേഹം വേദത്തിൽ നിന്നുകൊണ്ട് തന്നെ വേദത്തിൻ്റെ വേദാംഗത്വത്തെ പറ്റി വളരെ സ്പഷ്ടമാക്കിയ ഒരു വിഷയം നമുക്ക് ഓർമ്മയുണ്ടാവും. അതിൽ പ്രധാനമായിട്ടും വേദം വിദ്യകളെ രണ്ട് തരത്തിലാണ് പറയുന്നത്. അത് പരാ അപര എന്ന തരത്തിൽ, പരാവിദ്യ എന്നും അപരാവിദ്യ എന്നും രണ്ട് തരത്തിലാണ് വിദ്യകളെ തരംതിരിക്കുന്നത്. അതിൽ പരാവിദ്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ബ്രഹ്മജ്ഞാനമാണ്. അതിനെ സംബന്ധിച്ച് യാതൊരു ആക്ഷേപങ്ങളും ഇല്ല. അത് നമ്മളുടെ ഈ ഒരു തലത്തിൽ, ഭൗതിക തലത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ ബ്രഹ്മജ്ഞാനമാണ് പരാവിദ്യ എന്ന്. എന്നാൽ അപരാവിദ്യ എന്ന കാര്യത്തിൽ എന്ന് വെച്ചാൽ ഭൗതികമായ മനുഷ്യൻ്റെ ജീവിത സാഹചര്യത്തിൽ ഉപയോഗിക്കപ്പെടേണ്ട സർവകാര്യങ്ങളും അപരാവിദ്യയിലാണ്. അത് പറയുന്നത് ദ്വേ വിദ്യേ വേദിതവ്യേ എന്നാണ്. രണ്ട് വിദ്യകളാണ് വേദിതവ്യങ്ങളായിട്ടുള്ളത്. ഇതിഹസ്മ യത് ബ്രഹ്മവിദോ വദന്തി പരാച്ച അപരാച്ച. പരാവിദ്യ എന്നും അപരാവിദ്യ എന്നും രണ്ട് വിദ്യകളാണ്. അതിൽ പരാവിദ്യയെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതില്ല, കാരണം അത് പരബ്രഹ്മജ്ഞാനം തന്നെയാണ്. അപരാവിദ്യയെ പറ്റി വിശദീകരിക്കുന്നു. അത് ഛാന്തോക്യോപനിഷത്തിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു വിഷയത്തെ കോട്ട് ചെയ്ത് പറഞ്ഞു. തത്ര അപര ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ, 4 വേദങ്ങൾ വന്നു. പിന്നീട് പറയുന്നു ശിക്ഷ, കൽപ്പോ, വ്യാകരണം, നിരുക്തം, ഛന്ദോ, ജ്യോതിഷം ഇതി. ഈ 6 അംഗങ്ങളോട് കൂടിയിട്ടുള്ള 4 വേദങ്ങൾ മുഴുവനും, അപ്പം ഈ 4 വേദങ്ങളും അതിൻ്റെ 6 അംഗങ്ങളും ചേർന്ന ഒരു പൂർണ്ണമായ വിദ്യയാണ് അപരാവിദ്യ എന്ന രൂപത്തിൽ പ്രസിദ്ധമായിരിക്കുന്നത്. ഈ അപരാവിദ്യയിൽ വേദം തന്നെ പറയുന്നു തൻ്റെ അംഗമാണ് ജ്യോതിഷം എന്നത്. അത് സ്വാമിജി വളരെ സ്പഷ്ടമാക്കിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു തരത്തിലുള്ള ആക്ഷേപങ്ങളും, അന്ന് ജ്യോതിശാസ്ത്രത്തെ സംബന്ധിച്ച് പല വിവാദങ്ങളും ഉണ്ടായ സമയത്താണ് ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. അതോടുകൂടെ അത് പൂർണ്ണമായിട്ടും കെട്ടടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ജ്യോതിഷ സമൂഹത്തിന് വലിയൊരു ആശ്വാസമായ ഒരു സെമിനാറായിരുന്നു. അതാണ് ഈ വിഷയത്തിലുള്ള പ്രാഥമികമായ ഒരു നിരൂപണത്തിലൂടെ നമ്മൾ നിശ്ചയിക്കേണ്ടത്. ഇത് കേവലം പ്രമാണം മാത്രമല്ലേ ആവുന്നുള്ളൂ? വേദത്തിൻ്റെ കണ്ണാണ് ജ്യോതിഷം എന്നത് കാര്യകാരണ സഹിതം ഒന്ന് വിശദീകരിക്കാമോ? ഇതിൻ്റെ ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ടും വേദത്തിൽ നിന്നുകൊണ്ട് ഇറങ്ങി വരണം താഴേക്ക്. ജ്യോതിഷത്തിലേക്ക് വേദത്തിൽ നിന്ന് ഇറങ്ങി വരിക, അഥവാ ജ്യോതിഷത്തിൽ നിന്ന് വേദത്തിലേക്ക് അങ്ങോട്ടേക്ക് നോക്കണം. ആ സമയത്ത് മാത്രമേ ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള തലത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പോൾ ഈ പ്രശ്നോപനിഷത്തിൽ പിപ്പലാദ മഹർഷിയോട് 6 ശിഷ്യന്മാർ, ഒരു വർഷത്തെ കഠിന തപസ്സിന് ശേഷം 6 ശിഷ്യന്മാർ 6 ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ ജ്യോതിശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള സൂക്ഷ്മതലത്തിലേക്ക് നമുക്ക് എളുപ്പവും വളരെ ലളിതമായ രൂപത്തിൽ പ്രവേശിക്കാനുള്ള ഒരു മാർഗമാണ്. ഇത് ഞാൻ ഉദാഹരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം
എല്ലാ ഉപനിഷത്തുകളിലും ഈ തത്വം തന്നെയാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. എന്നാൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് പ്രവേശിക്കാവുന്നത് പ്രശ്നോപനിഷത്തിലൂടെയാണ്. അതിൽ ഈ പ്രജയുടെ സൃഷ്ടിയുടെ മുതൽ ആ തലം മുതൽ നമുക്ക് ഇതിനെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യം തന്നെ പറയുന്നു, പിപ്ലാദൻ പറയുന്നു, എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ പ്രജകളുടെ സൃഷ്ടി എന്ന ചോദ്യത്തിന് മറുപടി പറയുന്നു. തസ്മൈ സഹോവാച പ്രജാകാമോ വൈ പ്രജാപതി. ആദ്യമായിട്ടും പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ശക്തി അഥവാ നമുക്ക് ബ്രഹ്മാവ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൽപ്പനകളൊക്കെ കൊടുക്കാം. പക്ഷെ അതിന്റെ പൂർണ്ണതയിൽ പ്രജാകാമനായിത്തീരുന്നു. പ്രജാകാമൻ എന്ന് പറയുന്ന അവിടെ പ്രജയെ സൃഷ്ടിക്കാനുള്ള കാമനയോട് കൂടിയവനാവും എന്ന് വെച്ചാൽ ആദ്യം ഈ പ്രജാകാമനാവുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് വേണ്ടി തയ്യാറെടുക്കും. അവിടെ സ തപോ അതപ്യത സ തപസ്തത്വ സ മിഥുനം ഉത്പാദയതേ. ആദ്യമായിട്ട് മിഥുനം എന്ന് പറഞ്ഞ സൃഷ്ടിക്രമത്തിന്റെ ആദ്യത്തെ തത്വത്തിന് മിഥുനത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. എങ്ങനെയാണ്? രയിം ച പ്രാണം ച ഇത്യേതോ മേ ബഹുധാ പ്രജാ കരിഷ്യത. ഈ രയി പ്രാണൻ എന്ന ആദ്യത്തെ മിഥുന കൽപ്പന, ഈ മിഥുന കൽപ്പനയിൽ നമ്മൾ ഭൗതികമായ ശാസ്ത്രത്തിൽ നിന്നും വേദാന്തത്തിൽ നിന്നും വേദത്തിൽ നിന്നും ജ്യോതിഷത്തിൽ നിന്നും ഒക്കെ നോക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിന്റെ രയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണ്ഡമാണെന്നും പ്രാണൻ എന്ന് പറയുന്നത് ഊർജമാണെന്നും മാസ് ആൻഡ് പവർ എന്നുള്ള ആ ഒരു തത്വമാണ് എന്നുള്ള ബോധം നമ്മൾക്ക് ഉണ്ടാവണം. അതിൽ നിന്ന് മാത്രമേ നമുക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റൂ. അപ്പൊ രയി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ദ്രവ്യവും പ്രാണൻ എന്ന് പറയുന്നത് ഊർജവും ആയിട്ട് മിഥുനം ഉത്പാദയതേ. ആ ആദ്യ മിഥുനങ്ങളെയാണ് ഇവിടെ നമ്മൾക്ക് എങ്ങനെയാ അത് ശരി വെക്കുക? അതിന് പറയുന്നു, അടുത്ത പ്രമാണത്തിൽ പറയുന്നു, ആദിത്യോ ഹവൈ പ്രാണ. വളരെ രസകരമായിട്ടാണ്, പിന്നെ താഴേക്ക് ഇറങ്ങി വരുവാണ്. ഇവിടെ പ്രാണൻ എന്ന് പറയുന്നത് ആദിത്യനാണ്. ആദിത്യോ ഹവൈ പ്രാണ രയിരേവ ചന്ദ്രമാ. രയി എന്ന് പറയുന്നത് ഇതിന്റെ ആ ദ്രവ്യം എന്ന് പറയുന്നത് ചന്ദ്രമ. ആദ്യത്തെ ഒരു കൽപ്പനയാണ്. രയിർവ ഏതത് സർവം യത് മൂർത്തം ച അമൂർത്തം ച തസ്മാത് മൂർത്തിരേവ രയി. മൂർത്തിയാണ് രയി എന്ന് പറയുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് അവിടെ നിന്നും ജ്യോതിഷത്തിലേക്ക് നോക്കുമ്പോൾ വരാഹമീരാചാര്യൻ ഹോരാശാസ്ത്രത്തെ ആരംഭിച്ചത് എങ്ങനെയാണ്? മൂർത്തിത്വയെ പരികൽപ്പിത. വളരെ വളരെ രസകരമായിട്ട് കേവലം ഒരു പ്രമാണം സ്വീകരിച്ചു എന്നുള്ളതല്ല, ആ പ്രമാണത്തിന്റെ അന്തസത്ത വേദാന്തം തന്നെയാണെന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലാണ് മൂർത്തിത്വയെ പരികൽപ്പിത ശശഭൃതോ എന്നുള്ള പ്രാർത്ഥനാ മന്ത്രത്തിലൂടെ അദ്ദേഹം പറയുന്നു. അത് നമുക്കൊരു പ്രാർത്ഥനയായിട്ടാണ് പ്രശ്നമാർഗാചാര്യൻ ഈ പ്രാർത്ഥനാ മന്ത്രമായിട്ടാണ്, അത് വേദമാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ ശശഭൃത്തിന്റെ മൂർത്തിത്വത്തിന് മൂർത്തിയാവുന്ന ആരാ? സൂര്യനാണ്. അത് യഥാർത്ഥ പ്രാണനാണ് എന്ന ആ തത്വം ഉൾക്കൊണ്ട് ആദ്യമായിട്ട് നമ്മളുടെ ജ്യോതിശാസ്ത്രത്തിലേക്ക് വേദം പ്രവേശിക്കുന്നത് ഊർജമായിട്ടുള്ള പ്രാണൻ എന്നത് സൂര്യനായിട്ടും ദ്രവ്യമായിട്ടുള്ള രയി എന്ന് പറയുന്നത് ചന്ദ്രനായിട്ടും ആദ്യമായിട്ട് രണ്ട് മിഥുനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ മിഥുനങ്ങളായിട്ടുള്ള ഈ രയി പ്രാണൻ എങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാം? കാലാത്മാ ദിനകർ മനസ്തുഹിനകു എന്ന പ്രമാണത്തിലൂടെ വരാഹമിഹിരാചാര്യൻ ഈ കാലത്തെപ്പറ്റി പറഞ്ഞത് രയി പ്രാണൻ എന്നു തന്നെയാണോ? വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു ചോദ്യം, ഒരാശയമാണത്. കാരണം ഈ രയി പ്രാണൻ എന്ന് പറയുന്ന സൂര്യചന്ദ്രന്മാർ തന്നെയാണ് കാലപുരുഷനായിട്ടുള്ള കാലപുരുഷസ്യ ആത്മാ കാലാത്മാ എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പം കാലപുരുഷൻ്റെ ആത്മാവാണ് കാലാത്മാ എന്ന് പറയുന്ന സമയത്ത് അത് തന്നെയാണ് സൂര്യൻ. അപ്പം കാലപുരുഷസ്യ മനഃ ചന്ദ്രഹ എന്നാണല്ലോ വരിക. ഇവിടെ ഉപനിഷത്ത് നമ്മളോട് ഉപദേശിക്കുന്നത് എന്താ? നേരത്തെ നമ്മൾ സംസാരിച്ച് വെച്ച അതിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് സംവത്സരോ വൈ പ്രജാപതി
സംവത്സരം എന്ന് പറയുന്നതാണ് പ്രജാപതി എന്ന് വെച്ചാൽ കാലം. അത് ടോട്ടൽ ആണ്. ആ സംവത്സരം എന്ന് പറയുന്നത് പ്രജാപതിയാവുന്ന സമയത്ത് തസ്യ അയനേ, അതിനെ 2 അയനങ്ങളായിട്ട് കാണിക്കുന്നു. ദക്ഷിണം ച ഉത്തരം ച. ദക്ഷിണായനമെന്നും ഉത്തരായനമെന്നും 2 അയനങ്ങളായിട്ട് കൽപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ദക്ഷിണായനം എന്ന് പറയുന്നത് ചന്ദ്രനാണെന്നും ഉത്തരായനം എന്ന് പറയുന്നത് പ്രാണൻ അഥവാ സൂര്യനാണെന്നും വളരെ സ്പഷ്ടമാണ്. ഈ ദക്ഷിണായന ഉത്തരായന വിഷയങ്ങൾ ഇപ്പം നമുക്ക് ഈ മുഹൂർത്ത കാര്യത്തിലൊക്കെ പലതിനും നിഷേധിക്കപ്പെട്ട മുഹൂർത്തം ദക്ഷിണായനമാണ്. ദേവകാര്യങ്ങൾക്ക് സർവകാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഉത്തരായനമാണ്. അവിടെ പറയുന്നു തത് ഇഷ്ടാപൂർത്തേ കൃതം ഇത്യുപാസതേ. ഇഷ്ടാപൂർത്തം എന്ന് പറയുന്ന 2 കർമ്മങ്ങളാണല്ലോ നമുക്ക്, ശ്രൗതവും സ്മാർത്തവും. ശ്രൗതകർമ്മങ്ങളും സ്മാർത്തകർമ്മങ്ങളും. അപ്പോൾ ശ്രൗതകർമ്മങ്ങളും സ്മാർത്തകർമ്മങ്ങളിലും വിധിവിഹിതങ്ങളായിട്ടുള്ള കർമ്മങ്ങൾക്ക് പൂർണ്ണമായിട്ടും വൈദികം അഥവാ ദൈവികമായ കർമ്മങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൗരമാർഗത്തിലുള്ള ഉത്തരായന കർമ്മങ്ങളാണ്. മറ്റ് തരത്തിലുള്ള പൈതൃകമായ വിഷയത്തിൽ ഉള്ള സർവകർമ്മങ്ങൾക്കും ഉപയോഗിക്കേണ്ടത് ദക്ഷിണായന സമയത്തെയാണ്. അപ്പം ഇവിടെ തന്നെ നമുക്ക് സ്പഷ്ടമാണ് ഉത്തരായനം സൂര്യായനമാണെന്നും ദക്ഷിണായനം ചന്ദ്രായനമാണെന്നും ഇവിടെ വളരെ സ്പഷ്ടമായ ഒരു കാര്യമാണ്. ഇത് തന്നെയായിരിക്കണം കാലാത്മാ ദിനകൃത് മനസ്തുഹിനഗു എന്ന് പറഞ്ഞതിലൂടെ ആ കാലപുരുഷന്റെ വർണ്ണനയിൽ സൂര്യചന്ദ്രന്മാരെ ഉപയോഗിക്കാനുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാം. വരാഹമിഹിരാചാര്യൻ അഹസ്, രാത്രി, കൽപ്പം എന്നീ കാലനിദാന പദങ്ങളിലൂടെ ഹോര ആരംഭിച്ചിരിക്കുന്നു. ഇതിന് വേദസാങ്കത്യം ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ ഈ കാലകൽപ്പനയിൽ തന്നെയാണ് ആചാര്യൻ ഹോരാശാസ്ത്രം ആരംഭിക്കുന്നത്. അത് ഹോരേത്യ ഹോരാത്ര വികൽപ്പമേതേ വാഞ്ചന്തി പൂർവാപര വർണ്ണലോപാത് എന്ന ഒരു വിഷയം, ഒരു അംശത്തെ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ഈ പ്രശോപനിഷത്തിൽ ആചാര്യൻ പിന്നീട് ഉപദേശിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ സംവത്സരമാണ് പ്രജാപതി എന്ന് പറഞ്ഞതിന് ശേഷം അഹോരാത്രോ വൈ പ്രജാപതി, ഈ ദിനകൽപ്പന, രാത്രിയും പകലും അടങ്ങുന്ന ദിനകൽപ്പന പൂർണ്ണമായിട്ടും പ്രജാപതിയാണെന്നും അത് തസ്യ അഹരേവ പ്രാണ. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ സൂക്ഷ്മീകരണത്തിലേക്ക് പോകുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തസ്യ അഹരേവ പ്രാണ. അഹസ് എന്ന് പറയുന്നത് പ്രാണനാണ്, പ്രാണൻ എന്ന് പറയുന്നത് സൂര്യനാണ്. ഇനിയിപ്പോൾ ആ ക്രമത്തിൽ വേണം നമ്മൾ ഇറങ്ങി വരാൻ. അപ്പം പ്രാണൻ ആയിരിക്കുന്ന ആദിത്യനെ അഹസ് എന്ന സങ്കല്പത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ടോ രാത്രിരേവ രയി, അവിടെ രാത്രിയാണ് രയി. രയി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം മനസ്സിലായി, രയി എന്ന് പറയുന്നതാണ് നമ്മുടെ ജ്യോതിഷത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചന്ദ്രൻ. അപ്പം ആ രയി എന്ന് പറയുന്നത് രാത്രിയാണെന്നും പ്രാണൻ എന്ന് പറയുന്നത് പകലാണെന്നും രയി എന്ന് പറയുന്നത് ചന്ദ്രനാണെന്നും പ്രാണൻ എന്ന് പറയുന്നത് സൂര്യനാണെന്നും ഉള്ള ആ വസ്തുതയെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അഹോരാത്ര വികൽപ്പമേകേ വാഞ്ചന്തി പൂർവാപരവർണ്ണലോപാത് എന്ന് ആചാര്യൻ തൻ്റെ ഗ്രന്ഥാരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സൂര്യചന്ദ്രന്മാരാകുന്ന സംവത്സരം ഉത്തരായന ദക്ഷിണായനങ്ങളായിട്ട് വഴിപിരിഞ്ഞു. അതുതന്നെ അഹോരാത്രമായിരിക്കുന്ന ദിവസകൽപ്പനയിൽ അഹസ് സൂര്യനായും രാത്രി ചന്ദ്രനായിട്ടും പരിണമിച്ചു. അതിന് ശേഷമാണ് അന്നം വൈ പ്രജാപതി. അത് യഥാർത്ഥത്തിൽ അന്നരൂപത്തിൽ ഒക്കെ വരാഹമിഹിരൻ വളരെ സൂക്ഷ്മ രൂപത്തിൽ ഹോരയിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളാണ്. അന്നം വൈ പ്രജാപതി തതോഹ വൈ തദ് രേതഃ, അതിൽ നിന്ന് രേതസ് ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ തസ്മാത് ഇമാ പ്രജാഹ പ്രജായന്ത, ഇവിടെയുള്ള സകല മനുഷ്യരാശിയും അതിൽ നിന്ന്
ജനിക്കുന്നു. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ രേത എന്ന് പറയുന്ന ആ വിഷയം എത്തുമ്പോഴേക്കും സൂര്യനും ചന്ദ്രനും ചേർന്നുള്ള രയിപ്രാണാത്മകങ്ങളായിട്ടുള്ള ഈ സമഷ്ടിയിൽ നിൽക്കുന്ന വേദപുരുഷൻ അഥവാ കാലത്തിൻ്റെ ആത്മാവ് അഥവാ പ്രാണൻ, അവിടെ ജീവാത്മാവ് എന്ന കൽപ്പനയേയില്ല. പൂർണ്ണമായ പരമാത്മാവിൻ്റെ തത്വം ഈ ഗർഭാശയത്തിലേക്ക് സംഭവിക്കുന്നു. ഇതായിരിക്കണം, നമ്മൾ നിഷേകാധ്യായം പഠിച്ചല്ലോ, അതിൽ ആദ്യമായിട്ട് പറയുന്ന എന്താ? കുജേന്ദുഹേതു. അവിടെ കുജ ഇന്ദുഹേതു എന്ന മാത്രം പദത്തെ സൂക്ഷ്മീകരിച്ചാൽ ഇന്ദുഹേതുവാണ് ഭൂമിയിലുള്ള ജന്മം എന്ന ഒരു പുനർവായനയ്ക്ക് നമുക്ക് ഈ വഴിയിലൂടെ ദർശിച്ചു കഴിഞ്ഞാൽ സാധ്യതകൾ കാണുകയും ചെയ്യും.